ഹലോ ഫ്രണ്ട്സ്, ഇത് ടൈപ്പ് സ്ക്രിപ്റ്റിലെ ഒരു ക്ലാസ് ആണ് ഷേപ്പ് എന്ന് പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്, ലെങ്ത് വിഡ്ത്ത്, പിന്നെ ഒരു കൺസ്ട്രക്ട് ഉണ്ട്. നമുക്ക് ഈ ഒരു പേരൻറ്റ് ക്ലാസ്സിൽ നമുക്കൊരു ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കിയെടുക്കണം. അതായത് നമുക്കൊരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം സൂപ്പർ എന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ എക്സ്റ്റൻസ് പറയുന്നു ഷേപ്പിന്. അപ്പോൾ ഷേപ്പ് ക്ലാസ്സിൻ്റെ ഒരു ചൈൽഡ് ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് ആയിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ റെക്റ്റാങ്കിൾ ക്ലാസ്സിൽ ഇവിടെ ഞാനൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പോണ്. ഇവിടെ ഞാൻ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല, കാരണം എന്തൊക്കെയോ വേണ്ട പ്രോപ്പർട്ടീസൊക്കെ ലെങ്ത്തും വിഡ്ത്തും ഓൾറെഡി ഷേപ്പ് ക്ലാസ്സിൽ നിന്ന് ഇവിടെ എനിക്ക് കിട്ടും. ഞാൻ ഇവിടെ ഒരു പബ്ലിക് കൺസ്ട്രക്ടർ പറയുന്നു. എന്നിട്ട് ഞാനിവിടെ ലെങ്ത്തും അത് നമ്പറാണ്, അതുപോലെ തന്നെ വിഡ്ത്ത് അത് നമ്പറാണ്. അപ്പം ഇവിടെ ഞാൻ ലെങ്ത്തും വിഡ്ത്തും ഇവിടെ കൺസ്ട്രക്ടറിലെ പാരാമീറ്റർ പാസ് ആയിട്ട് ഗെറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എറർ വന്നിട്ടുണ്ട്, കാരണം ഇവിടെ എനിക്ക് ലെങ്ത്തും വിഡ്ത്തും ഇല്ല. പക്ഷേ ഇവിടെയാണ് നമ്മൾ സൂപ്പറിൻ്റെ ഉപയോഗം വരുന്നത്. നമ്മൾ ഈ സൂപ്പർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പേരൻറ്റ് ക്ലാസ്സിലോട്ട് ഈ പാരാമീറ്റർ പാസ് ചെയ്യും. അതായത് ഇവിടെ നമുക്ക് ഈ ലെങ്ത്തും ഈ വിഡ്ത്തും നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ട എറർ മാറിയത്. സോ ഇതാണ് സൂപ്പറിൻ്റെ ഒരു യൂസേജ്. നമ്മൾ ഈ ഇൻഹെറിറ്റൻസ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൂപ്പർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് കൺസ്ട്രക്ടറിലാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് പേരൻറ്റ് ക്ലാസ്സിലോട്ട് നമുക്ക് ഈ ലെങ്ത്തും വിഡ്ത്തും ഇതുവഴി പാസ് ചെയ്യാൻ പറ്റും. അതാണ് സൂപ്പറിൻ്റെ ഉപയോഗം. ജാവ പഠിച്ചവർക്കൊക്കെ ഇത് സൂപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, അവർക്കിത് അറിയാം. ഇനി നമുക്കിവിടെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. ഏരിയ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് സ്ട്രിങ് എന്ന് പറയുന്നു. ഇവിടെ റിട്ടേൺ ഏരിയ, ഇവിടെ പ്ലസ് ഇടുക, ഇവിടെ this dot length into this dot width എന്ന് പറയുക. ഇത്രയേ ഉള്ളൂ. സോ ഇതാണ് നമ്മളുടെ ഇൻഹെറിറ്റൻസ്, നമ്മുടെ സൂപ്പറിൻ്റെ യൂസേജും ഒക്കെ. ഇനി നമുക്കത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് TSC class dot TS, റൺ ചെയ്യണമെങ്കിൽ node class dot JS. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിത് എററൊന്നുമില്ല. ഇതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് എന്ത് പറയണം, ന്യൂ റെക്റ്റാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമല്ല, ഇങ്ങനെ തന്നെ നമുക്ക് ആ പ്രിൻറ്റ് ചെയ്യുമ്പോൾ പറയാം. എന്നിട്ട് നമുക്കിവിടെ ലെങ്ത്തും വിഡ്ത്തും കൊടുക്കാം. ഇവിടെ 12 ലെങ്ത്തായിട്ട് കൊടുക്കുന്നു, വിഡ്ത്തായിട്ട് 10 കൊടുക്കുന്നു. എന്നിട്ട് ഡോട്ട് ഏരിയ എന്ന് പറയുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. സോ നമുക്കൊന്ന് സേവ് ചെയ്ത് ഒന്നുകൂടെ കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാം. നമുക്ക് നോഡ് ക്ലാസ് ഡോട്ട് JS ആണ്. ഇപ്പോൾ നമുക്ക് ഏരിയ 120 കിട്ടിയിട്ടുണ്ട്. സോ ഇതിനകത്തുനിന്ന് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട ഈ സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂസേജാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.